ഇതുപോലത്തെ എണ്ണമറ്റ ആചാരങ്ങൾ ഇസ്ലാം ദീനിലാണ് കടന്നു വരുന്നത്. എന്താണ് അതിന്റെ ദോഷം എന്നറിയോ? അവിടെ മുഴുവനും വിശുദ്ധമായ ദീനിന്റെ ചര്യകൾ നാം കൈയൊഴിക്കാൻ നിർബന്ധിതരാണ്. ദീനിന്റെ ചര്യകൾ നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഭാവികമായിട്ടും ബറക്കത്ത് എടുത്തു കളയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തലമുറകൾ നശിച്ചു പോകുന്നതിൽ, കുട്ടികൾ വഴിതെറ്റി പോകുന്നതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ കാരണം ആ കുട്ടികൾ ഉണ്ടാകേണ്ട മജ്ലിസ് തുടങ്ങുന്നത് തന്നെ തിന്മകളുമായിട്ടാണ്. ഒരു കുഞ്ഞ് ഒരു ഗർഭം ധരിച്ചു നോക്കുക. ഇപ്പൊ ഇന്നലെ എന്നോടൊരാൾ വന്നാണ് ചോദിച്ചു, പള്ളാണ് പേറ്റിന് കൊണ്ടുപോകാൻ ഒരു നല്ല ദിവസം ഏതാണെന്ന് ചോദിച്ചിട്ട് വലിയ കാര്യത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, എവിടേക്കാങ്ങളീ കൊണ്ടുപോകണത്? ഒരു 2-3 മർഹല അപ്പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു സഫറിന് പറ്റിയ ദിവസവും ഒക്കെ കണ്ടുപിടിക്കാം. എവിടേക്കാങ്ങളീ പ്രസവിക്കാൻ കൊണ്ടുപോകുന്നത്? അത് പുതിയാപ്പള്ളിയുടെ പെരയിൽ നിന്ന് വാപ്പാന്റെ പെരയ്ക്ക് കൊണ്ടുപോകാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഈ പുതിയാപ്പള്ളിയുടെ പെരയിൽ പെറ്റാ പോരത്, എന്താ അതിന് കുഴപ്പമുള്ളത്? പുതിയാപ്പള്ളിയുടെ വീട്ടിൽ പ്രസവിക്കാൻ പറ്റൂല. എന്താണ് അതിന് ബുദ്ധിമുട്ടുള്ളത്? പുതിയാപ്പള്ളിയുടെ വീട്ടിൽ പുതിയാപ്പള്ളിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അവന്റെ ചെലവിലല്ലേ നടക്കേണ്ടത്? അവനല്ലേ ഈ കുട്ടിന്റെ പിതാവ്. ആ പെണ്ണിന്റെ മുഴുവൻ ചെലവുകളും വഹിക്കേണ്ടത് പുതിയാപ്പളല്ലേ. അപ്പൊ അവന്റെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ടുള്ളത്? ശരി, ഇനി ആദ്യത്തെ പ്രസവക്കല്ലേ, അപ്പൊ സ്വന്തം ഉമ്മ, സ്വന്തം വാപ്പ, അല്ലെങ്കിൽ സഹോദരിമാര്, ആങ്ങളാര്, അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാകാണെങ്കിൽ കൊണ്ടേക്കോട്ടെ, അതിന് വിരോധമൊന്നുമില്ല. പക്ഷെ അതൊരു വലിയ സംഭവമാക്കി അതിനെ ഒരു തുണിക്കുപ്പായം വേറെ ഉണ്ടാക്കി, ചില സ്ഥലത്തൊക്കെ വെളുത്ത നിസ്കാര കുപ്പായത്തിന്റെ മാതിരിയുള്ള കുപ്പായൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ ഈ ബലദില പള്ളിന്റെ അടുത്തിന്റെ തലവെട്ടാൻ കൊണ്ടുള്ള ആൾക്കാർ വെളുത്ത സാധനം എന്തോ ഒരു ഭീകരമായ രൂപത്തിൽ ഈ പെണ്ണിനെ എന്തോ കൊല്ലാൻ കൊണ്ടുപോകണ മാതിരി സാധാരണ ഡ്രസ് ഇട്ട് കാണാൻ പോയാ പോരെ, എന്നാ പ്രസവിക്കൂലേ? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കിതാബിലുണ്ട്, മരിച്ചാലും കഫൻ ചെയ്യാൻ വേണ്ടി വെള്ള തുണി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണിനെ പ്രസവിക്കാൻ കൊണ്ടുപോകാനായിട്ട് വെള്ള തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് ആ പെണ്ണിനെ എന്തോ ഒരു ഭയങ്കര അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന മാതിരി ആകെ പേടിപ്പിച്ച് ബേജാറാക്കി കൊണ്ടുപോകേണ്ട വല്ല സംഗതി ഉണ്ട് അതിൽ? സാധാരണ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഹൈറായ ദിവസങ്ങൾ ഏതുണ്ടോ ആ ദിവസങ്ങളൊക്കെ ഇതിനും ഹൈർ തന്നെയാണ്. അങ്ങനെ പേറ്റിന് കൊണ്ടുപോകാനായിട്ടൊരു പ്രത്യേക ദിവസം കിതാബിലൊന്നും തെരഞ്ഞാൽ കാണൂല. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഹൈറായ ദിവസങ്ങളില്ലേ? ആ ഹൈറായ ദിവസം ഇതിനുണ്ടാവും. ഖൈറു യൗമിൻ തലാഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്നാണ്. വെള്ളിയാഴ്ചയാണ് ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും നല്ല ദിവസം. സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ ദിവസം. നിങ്ങൾക്ക് അന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാക്കിയിട്ടാണ് ആളുകൾ എടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാത്തിഹ ഓതി ദ്വാരക്കുന്നതിനൊന്നും എതിരില്ല, അതൊക്കെ നല്ലത് തന്നെ. അത് പേറ്റിന് കൊണ്ടുപോകുമ്പോൾ മാത്രമൊന്നല്ല, എപ്പോഴും ദ്വാരക്കേണ്ട സംഗതിയാണ്. നിങ്ങൾ എവിടെ പോവാണെങ്കിലും ഫാത്തിഹ ഓതി ദ്വാരക്കണ്ടേ? അത് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യാനും നമ്മുടെ ലക്ഷ്യം സഫലീകരിക്കാനും അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകാനൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതിന് മാത്രമുള്ള സംഭവം ഒന്നല്ലല്ലോ. അപ്പൊ അതെന്തോ ഒരു വലിയ സംഭവമാക്കിയിട്ട് എന്നിട്ട് അതിന് കാര്യമായിട്ട് ആളുകൾ വന്ന് ഡേറ്റ് നിശ്ചയിച്ച് എന്നിട്ട് ചോദിക്കാണ് അവിടുന്ന് എത്ര ആൾ വരും? അവിടുന്ന് 2 ജീപ്പിന് ആള് വരും. എന്നിട്ട് അവർ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേന്ന് വെച്ചാല് ഒരു 10 കെട്ട് അലുവ കൊണ്ടുവന്നാൽ ബലിഞ്ഞിപ്പോ തിരിച്ച് ഒരു 15 കെട്ടായിട്ട് അങ്ങോട്ട് പള്ളാണ പോണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ. എന്നിട്ട് അതിലൊരു കെട്ട് കുറഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കി അത് ചർച്ച ചെയ്ത് പിന്നെ പള്ളാണാൻ വരുന്നോല് അവരിപ്പോ എന്താ കൊടുന്നത്? അവര് 10 കെട്ട്, അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ 10 കെട്ടായാലും അങ്ങോട്ട് കൊണ്ടുവരേ. ആ ജാതിക്കാരോട് കെട്ടിക്കണ്ട ഞാൻ അന്നേനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാലും നാത്തൂനെ കെട്ടിച്ചു കൊടുക്കുന്ന ആള് വന്നാണ്ട് അഭിപ്രായം. അപ്പൊ ഇവർക്കും തോന്നാണ് ഇത് മോശമായോ നമ്മളെ ബന്ധം? എന്താ മോശത്തിന്റെ മാനദണ്ഡം? അൽവാക്കെട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ അവര് ദീനോ അവരുടെ സലാഹിയത്തോ ഒന്നുമല്ല. അങ്ങോട്ട് കൊണ്ടായ അത്ര അൽവാക്കെട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ, അല്ലെങ്കിൽ സോപ്പ് കൊണ്ടുപോകും. സോപ്പ് നാട്ടിൽ കിട്ടാത്ത സാധനമാണ്. സോപ്പ് കെട്ടിപ്പോന്നാണ്ട് കൊണ്ടുപോകുക. വലിയ ഒരാളെയൊക്കെ വിളിച്ച് അതിന് കൂലിയും കൊടുത്ത് തലയിലേറ്റിട്ട് സോപ്പും പൊട്ടിയെത്തി പോവുക. അതൊരു വലിയ ചടങ്ങിന് എങ്ങാനോ അതെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അയലക്കാർക്ക് എന്തേ കൊടുന്നത്? അവരൊന്നും കൊടുത്തിട്ടില്ല. അല്ല, സോപ്പൊന്നും കൊടുത്തിട്ടില്ലേ? എന്നിട്ട് ആ സോപ്പ് വിതരണം അതൊരു വലിയ ചടങ്ങാണ്. പിറ്റേന്ന് ഇവലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മായിമാക്കുള്ള പണി സോപ്പ് സപ്ലൈ അല്ല, അടുത്ത വീടുകളിലൊക്കെ സോപ്പ് വിതരണം ചെയ്യാം. എവിടുന്നാണ് ഇതൊക്കെ പറഞ്ഞത് അള്ളാഹുക്കറിയാം. എന്നിട്ട് അതിനു വേണ്ടി സാധുക്കള് കാശുള്ളവൻ കൊടുക്കുകയാണെങ്കിൽ തിരക്കിടില്ല, അവന് സോപ്പോ സാബുനോ സൂപ്പർ വൈറ്റ് എന്തെങ്കിലും കൊടുത്തോട്ടെ. ഈ സാധു മനുഷ്യന്മാര് എന്നിട്ട് അതിന് പൈസ ഉണ്ടാക്കാനാണ്. 10 കെട്ട് അലുവക്ക് പൈസ ഉണ്ടാക്കണം, സോപ്പിന് പൈസ ഉണ്ടാക്കണം,
ഇങ്ങനെയുള്ള അതിനെന്തൊക്കെ വേണോ അത് മുഴുവൻ ആചാരങ്ങൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ചിലപ്പോ സാധിക്കുമെങ്കിൽ എന്തെങ്കിലും ഹദിയ കൊടുക്കുന്നോ സദഖ കൊടുക്കുന്നോ ഒരു തെറ്റായതുകൊണ്ടല്ല ഞാനീ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഈ ആളുകളിൽ അത് ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലേക്ക്, അത് ചെയ്യാതിരുന്നാൽ വലിയ മാനക്കേടാണ്, അല്ലെങ്കിൽ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആചാരങ്ങൾ മാറി